എറണാകുളം ജില്ലയിൽ ഇതുവരെ 19% പോളിംഗ് ആണ്. 10 മണി വരെയുള്ള ഒരു സമയം അനുസരിച്ച് 19% പോളിംഗ് ആണ് എറണാകുളം ജില്ലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. തൃപ്പൂണിത്തുറയിലാണ് ഏറ്റവും കൂടുതൽ പോളിംഗ്. 28% പോളിംഗ് തൃപ്പൂണിത്തുറയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ മിക്കവാറും എല്ലാ മണ്ഡലം 14 നിയമസഭാ മണ്ഡലങ്ങളിൽ പകുതിയിലധികം നിയമസഭാ മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ, അല്ലെങ്കിൽ മധ്യ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ 2020 കൂടി ഇന്ത്യയുടെ ഭാഗമായപ്പോൾ പലയിടത്തും വിജയം പോലും നിർണ്ണയിക്കുന്നതിൽ അത് പ്രധാന ഘടകമായിട്ടുണ്ട്. എന്തായാലും ഈ എറണാകുളത്ത് മികച്ച പോളിംഗ് ആണ് ഈ സമയം വരെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം, എറണാകുളം മാത്രമല്ല നഗര പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന ഒരു രീതിയാണുള്ളത്. എറണാകുളത്തും രാവിലെ മുതൽ തന്നെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. രാവിലെ നമ്മൾ പോയ ബൂത്തുകളിലെല്ലാം തന്നെ വളരെ വലിയ വോട്ടർമാരുടെ നിര കാണാൻ കഴിയുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ CKC LP സ്കൂളിലും 6 ബൂത്തുകളുണ്ട്. ഈ 6 ബൂത്തുകളിലും സ്ത്രീകളും പുരുഷന്മാരുമായ വോട്ടർമാർ രാവിലെ മുതൽ തന്നെ എത്തുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ വോട്ടർമാരുടെ വലിയ നിര തന്നെ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മമ്മൂട്ടി തിരികെ വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കും എന്ന് പ്രതീക്ഷയോടെ നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. മലയാളത്തിന്റെ മഹാനടൻ മോഹൻലാൽ രാവിലെ തന്നെ സമ്മതിദാനാവകാശം അദ്ദേഹത്തിന്റെ മുഴുവൻ മുകളിലെ അദ്ദേഹത്തിന്റെ പോളിംഗ് ബൂത്തിലെത്തി നിർവഹിച്ചു. ഇപ്പോഴിതാ മമ്മൂട്ടിയും സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ എത്തിച്ചേരുന്നു. മാത്രമല്ല രാവിലെ തന്നെ രോഹിണി വലിയ നിര തന്നെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതിലൊരു ഘടകം സ്വാഭാവികമായിട്ടും കനത്ത വെയില. എന്തൊരു ചൂടാ, എന്തൊരു വെയില. അപ്പൊ സ്വാഭാവികമായിട്ടും രാവിലെ തന്നെ നമ്മുടെ കടമ നിർവഹിക്കാനുള്ള ആളുകളുടെ ഒരു വലിയ രീതിയിലുള്ള ആഗ്രഹം, അതിന്റെ ഒരു പ്രതിഫലനമായിട്ട് തന്നെ ഈ വലിയ നിര നമുക്ക് കാണേണ്ടി വരും. ഇപ്പോൾ മമ്മൂട്ടി വോട്ട് രേഖപ്പെടുത്തി അദ്ദേഹം പുറത്തേക്ക് വരും, വന്നിട്ട് മാധ്യമങ്ങളെ കാണും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. യെസ്, മമ്മൂട്ടി വരുന്നു. ഒരല്പം തിക്കും തിരക്കും ഒക്കെ അനുഭവപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും മമ്മൂട്ടിയുടെ പ്രതികരണം തേടുന്നതിനായി മാധ്യമങ്ങൾ എല്ലാവരും അങ്ങനെ തടിച്ച് കൂടിയിരിക്കുകയാണ്. അതോടൊപ്പം നേരത്തെ നിഷ സൂചിപ്പിച്ചതുപോലെ എറണാകുളത്ത് അതിശക്തമായ പോരാട്ടം തന്നെയാണ് 3 മുന്നണികളും കാഴ്ചവെക്കുന്നത്. നമുക്കറിയാം 2020 സ്ഥാനാർത്ഥികൾ NDA യുടെ ഭാഗമായതിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം തന്നെ കാഴ്ചവെക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സെലിബ്രിറ്റി സ്ഥാനാർത്ഥികൾ കൂടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. തൃക്കാക്കര ഒക്കെ സമ്പന്നമാണ് സെലിബ്രിറ്റികളെ കൊണ്ട്. സ്വാഭാവികമായിട്ടും അതൊക്കെ വലിയ രീതിയിലുള്ള ആവേശം ഈ ഒരു നിര തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ രോഹിണി, എനിക്ക് തോന്നുന്നു മമ്മൂട്ടി ഏതാണ്ട് ഒരു സേഫ് സ്ഥലത്തേക്ക് മാറി നിൽക്കുകയാണ് പ്രതികരിക്കുന്നതിനായി. കാരണം സ്കൂളിന്റെ പടിവാതിൽക്കൽ നിൽക്കുന്നത് ഉചിതമല്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. മാത്രമല്ല ഈ പടിവാതിലിനെ പറ്റി പറഞ്ഞപ്പോഴാ ഈ വെച്ച് ഫ്ലെക്സ് ഇപ്പോൾ ബൂത്തിന്റെ തൊട്ടടുത്ത് വെച്ചു പിണറായി വിജയന്റെ ഫ്ലെക്സ്. അത് വലിയ വിവാദത്തിലായിരിക്കുകയാണ്. ആലുവ കുട്ടവശ്ശേരിയിൽ വലിയ തർക്കമുണ്ട്. LDFും UDFും BJP പ്രവർത്തകർ വലിയ രീതിയിൽ പ്രതിഷേധം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമൊക്കെ ഉണ്ടായി. ഒടുവിൽ റോഡിലിറങ്ങിയും പ്രതിഷേധം ഉണ്ടായിരുന്നു ഒരു ഫ്ലെക്സ് കാരണം. അവസാനം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെത്തി പിണറായി വിജയന്റെ ഫ്ലെക്സ് മാറ്റുകയാണ്. മമ്മൂട്ടി ഇല്ല എന്ന് തോന്നുന്നു. അദ്ദേഹം തിരികെ കാറിലേക്ക് കയറുകയാണ്. ജനാധിപത്യത്തിന്റെ മഹോത്സവത്തിൽ പങ്കെടുത്തിരിക്കുകയാണ് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കൊപ്പം ആണ് എത്തിയത്. തിരികെ പോവുകയാണ്. KK രമ ഏറാമള നെല്ലാച്ചേരി LP സ്കൂളിലാണ് വടകരയിലെ UDFന്റെ RMP സ്ഥാനാർത്ഥി KK രമ സമ്മതിദാനാവകാശം വിനിയോഗിച്ചിരിക്കുന്നു. നമ്മളിത് നേരെ ഇടുക്കിയിലേക്കാണ് പോകുന്നത്. ഇടുക്കിയിൽ നിന്ന് സുബിൻ ചേരുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ് ഇടുക്കിയിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിനായി NDA സ്ഥാനാർത്ഥി S രാജേന്ദ്രൻ ക്യൂവിൽ നിൽക്കുന്നത്. വലിയ തിരക്ക് തന്നെ ഇടുക്കി ജില്ലയിൽ അനുഭവപ്പെടുന്നുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ശരി, ഇപ്പൊ ദേവികുളമായാലും ശരി, ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും മലയോര മേഖലയിൽ ഒരു ഹെവി ഫൈറ്റ് നടക്കുന്ന മണ്ഡലങ്ങളാണ്. പ്രത്യേകിച്ച് ദേവികുളമാണ് അതിൽ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു മണ്ഡലം. ദേവികുളത്തെ NDA സ്ഥാനാർത്ഥിയെ നമുക്ക് കാണാം, S രാജേന്ദ്രൻ. അപ്പോൾ സുബിൻ കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. സുബിൻ, പറയൂ സുബിൻ.
സുബിൻ കേൾക്കാമോ? ഹലോ സുബിൻ, ഹലോ യെസ് പറയൂ സുബിൻ, കേൾക്കാം. കേൾക്കാൻ കഴിയുന്നുണ്ട്. പറയൂ. ആവേശകരമായ മത്സരം നടക്കുന്ന ഇടുക്കി ജില്ലയിലെ മണ്ഡലങ്ങളിൽ ഒന്നാണ് ദേവികുളം. പ്രധാനമായും അതിന്റെ പ്രധാന ശ്രദ്ധാകേന്ദ്രം എന്നുള്ളത് എസ് രാജേന്ദ്രനാണ്. പ്രധാനമായും അദ്ദേഹം കഴിഞ്ഞ 3 തവണ, അതായത് 2021 മുതൽ 2016 വരെ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് MLA ആയിരുന്ന വ്യക്തിയാണ്. ആ സമയത്ത് സിക്കിപ്പിനൊപ്പം ആയിരുന്നുവെങ്കിൽ ഇത്തവണ 2026 അത് BJPക്കൊപ്പമാണ്, NDAക്കൊപ്പമാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്നത്. പ്രധാനമായും നിരവധി മാനദണ്ഡങ്ങൾ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട് എസ് രാജേന്ദ്രന് മുൻതൂക്കം നൽകുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് തോട്ടം മേഖല കേന്ദ്രീകരിച്ച് ആദ്യഘട്ടം മുതൽ നല്ല മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് വലിയ ജനസ്വീകാര്യം ലഭിക്കുന്നു. ആ സ്വീകാര്യതയിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് അദ്ദേഹം നാളുകളായി നടത്തിക്കൊണ്ട് വന്നതും. അതിനുശേഷം CPM-മായി ചില പിണക്കങ്ങൾ ഉണ്ടാവുകയും വലിയ രീതിയിൽ അത് വലിയ തർക്കങ്ങളിലേക്കും ഒക്കെ വഴിമാറുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴെല്ലാം ഈ മണ്ഡലത്തിലെ ജനങ്ങൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. അതായത് തോട്ടം മേഖലയുടെ പ്രധാനപ്പെട്ട ഉൾനാടൻ ഗ്രാമങ്ങളിലെല്ലാം തന്നെ, അതായത് വട്ടവട, മറയൂർ, കാന്തല്ലൂർ, അതുപോലെ തന്നെ ഇടമലക്കുടി ഉൾപ്പെടെയുള്ള മേഖലകളിൽ അദ്ദേഹത്തിന്റെ കൃത്യമായ സ്വാധീനം അദ്ദേഹത്തിനുണ്ട്. അതോടൊപ്പം തന്നെ BJP കൃത്യമായ സ്വാധീനമുള്ള മേഖലകളാണ്. അവിടെ എല്ലാം ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു. ഈ പാർട്ടി മാറി പുതിയ ചിഹ്നത്തിൽ മത്സരിക്കുമ്പോഴും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പ്രചരണ കാലം കൊണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളെല്ലാം തന്നെ നമ്മളുമായി സംസാരിച്ചപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരു തരത്തിലും ഒരു വെല്ലുവിളി ഉണ്ടാകാനുള്ള സാധ്യത ഈ ദേവികുളം മണ്ഡലത്തെ സംബന്ധിച്ചില്ല എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന് വിജയ പ്രതീക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു. എന്തായാലും ഏകദേശം 10 മണിയോടുകൂടിയാണ് അദ്ദേഹം ഈ ഒരു വോട്ട് ചെയ്യുന്നതിനായി മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ കോൺഫറൻസ് ഹാളിലുള്ള 54 നമ്പർ ബൂത്തിലെത്തിയത്. ഭാര്യയ്ക്കും അതുപോലെ തന്നെ മകൾക്കുമൊപ്പമാണ് അദ്ദേഹം എത്തിയതുള്ളത്. അദ്ദേഹം ഈ ക്യൂവിൽ നിലവിൽ നിൽക്കുകയാണ്. അതായത് വലിയ തിരക്ക് ഈ 54 നമ്പർ ബൂത്തിലുണ്ട്. തോട്ടം മേഖലയുടെ പല പ്രദേശങ്ങളിലും നിലവിൽ ഇപ്പോൾ ഈ ദേവികുളം മണ്ഡലത്തിന്റെ പല പ്രദേശങ്ങളിൽ തോട്ടം മേഖലകളിൽ ഈ ഒരു തിരക്ക് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് തോട്ടം തൊഴിലാളികളായിട്ടുള്ള ആളുകളാണ് കൂടുതലായി ഉള്ളത്. അത് നിശ്ചിത സമയം ലഭിക്കുമ്പോൾ, അതായത് തോട്ടത്തിൽ നിന്ന് സമയം ലഭിക്കുമ്പോൾ തൊഴിലാളികൾ ഉൾപ്പെടെ എത്തി വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഈ ഒരു ദേവികുളം മണ്ഡലത്തിലുള്ളത്. സമാനമായ സാഹചര്യമാണ് ജില്ലയിലെ മറ്റ് സ്ഥലങ്ങളിൽ എല്ലാം തന്നെ ഉള്ളത് എന്നുള്ളതും വ്യക്തമാണ്. നിലവിൽ സുഗമമായി തന്നെയാണ് ഇടുക്കി ജില്ലയിലെ പോളിംഗ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ചില സ്ഥലങ്ങളിൽ ചില തകരാറുകൾ, അതായത് വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് ചില തകരാറുകളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം നെടുങ്കണ്ടത്ത് ഉടുമ്പൻചോല മണ്ഡലത്തിൽ ഒരു 5 അതുപോലെ തന്നെ ദേവികുളം മണ്ഡലത്തിന്റെ 2 ഇത്തരത്തിൽ ഈ വോട്ടിംഗ് യന്ത്രം തകരാറിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിലവിൽ അതെല്ലാം അതിന്റെ തകരാറുകളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് നിലവിൽ മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് എത്തും. അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ്. തീർച്ചയായും നമുക്ക് കാത്തിരിക്കാം. സുബിന് വളരെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങൾ കൂടി വേഗം, അതിനുശേഷം നമുക്ക് വളരെ വേഗം ഒരു ഇടവേള ആവശ്യമുണ്ട്. രോഹിണി, എല്ലാവരും വോട്ട് ചെയ്യണം. ജനാധിപത്യം നമ്മുടെ മണ്ണിൽ മാത്രമല്ല ഹൃദയത്തിലുണ്ടാകണം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി നല്ലവരെ തെരഞ്ഞെടുക്കണമെന്നും നമ്മുടെ ഗവർണറുടെ ആഹ്വാനമുണ്ട്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. മറ്റൊരു പ്രധാനപ്പെട്ട പ്രതികരണം AN രാധാകൃഷ്ണന്റെയാണ്. NDAക്ക് അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. LDF-നും UDF-നും കേവല ഭൂരിപക്ഷം ലഭിക്കില്ല. NDA 2 അക്കം കടക്കം ഒരു നിർണായക ശക്തിയാകും എന്ന് AN രാധാകൃഷ്ണൻ പറയുന്നു. MT രമേശ് പ്രതികരിച്ചിട്ടുണ്ട്. ശക്തമായ മുന്നേറ്റം ഇത്തവണ NDA കേരളത്തിൽ നടപ്പാക്കാൻ പോവുകയാണ് എന്ന വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി ഒരു ചെറിയൊരു വിലയിരുത്തലാണ്. കോഴിക്കോട്ട് നിന്ന് അനഘ നൽകുന്നൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. BJPക്ക് വലിയ വിജയപ്രതീക്ഷയുള്ള കോഴിക്കോട് നോർത്തിൽ നവ്യ ഹരിദാസാണ് മാറ്റുരയ്ക്കുന്നത്. സൗത്തിൽ റനീഷിന്റെ വലിയൊരു പോരാട്ടമാണ് നമ്മൾ പ്രചരണത്തിലുടനീളം കണ്ടത്. ഈ 2 മണ്ഡലങ്ങളിലും പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വലിയ പോളിംഗ് ശതമാനം ഈ ഘട്ടത്തിൽ കാണാൻ സാധിക്കുന്നു എന്നൊരു വിലയിരുത്തൽ കൂടി വരുന്നുണ്ട്. ഇത് വലിയ പ്രതീക്ഷ മുന്നണികൾക്ക് നൽകുകയും ചെയ്യുന്നുണ്ട്.